നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രക്തദാനത്തിൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിക്കുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരളയെ പറ്റി അറിയാത്തവർ വിരളമായിരിക്കും. ഈ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ UAE ഘടകം ഇവിടെ പ്രവാസ ലോകത്തും പുതുചരിത്രം തീർക്കുകയാണ്. എമിറേറ്റ്സ് ബ്ലഡ് ഡൊണേഷൻ സൊസൈറ്റിയുടെ അടക്കം ആദരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ സംഘടന ഇവിടെ വ്യത്യസ്തമാകുന്നത്. രക്തം നൽകി ജീവൻ രക്ഷിക്കുന്നവർ, രാപ്പകലില്ലാതെ സഹജീവികൾക്കായി ഓടി നടക്കുന്നവർ, എവിടെയായാലും ഒറ്റ വിളിക്കപ്പുറം സഹായത്തിന് ഇവരുണ്ടാകും. കഴിഞ്ഞ നിരവധി വർഷങ്ങളായുള്ള അനുഭവമാണിത്. പറഞ്ഞു വരുന്നത് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ UAE വോളണ്ടിയർമാരെ കുറിച്ചാണ്. മനുഷ്യസ്നേഹത്തിന്റെ വലിയ മാതൃക തീർത്ത് സ്വദേശികൾക്കിടയിലടക്കം താരങ്ങളാണ് ഇന്നിവർ. നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന പലരും പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത് കടൽ കടന്നെങ്കിലും ചുറ്റുമുള്ളവരിലേക്ക് സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കാൻ ഇവിടെ എത്തിയിട്ടും അവർ മറന്നില്ല. ഇത്തരക്കാരുടെ വർഷങ്ങളായുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന കൂട്ടായ്മയെ ഇന്ന് അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഹായിച്ചത്. ഞാൻ നാട്ടിൽ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. നാട്ടിലെ ക്ലബ്ബ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇത്ര ഇടവേളകളിലല്ലാതെ തന്നെ നമ്മൾ നാട്ടിലും കൊടുത്തിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഞാൻ 2003 ഇവിടെ എത്തിയതാണ്. എത്തിയ സമയത്തും സാധാരണ എന്തെങ്കിലും ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കൊടുക്കാറുണ്ട്. ഇങ്ങനൊരു ഗ്രൂപ്പ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. പിന്നെ അറിയണം, നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തു. തങ്ങളുടെ ഉദ്യമം കൃത്യമായി ആവശ്യക്കാരിലേക്ക് എത്തുമെന്നുള്ള ഈ ഉറപ്പാണ് കൂടുതൽ ആളുകൾ ഇന്ന് ഇവർക്കൊപ്പം നിൽക്കുന്നത്. ഒരിടത്ത് രക്തദാന ക്യാമ്പുണ്ടെന്ന് അറിയിച്ചാൽ പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ രക്തദാനത്തിന്റെ പ്രാധാന്യം അത്രയധികം ആളുകളിലേക്ക് എത്തിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. സർക്കാരുകളും ഇവരുടെ പ്രവർത്തനങ്ങളിൽ പിന്തുണയുമായി രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയ, അതായത് അന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറം നമ്മൾ കോളുകൾ ചെയ്തിരുന്നു. അതായത് ഒരു ഡോണേഴ്സിന് ഒരു ഡോണറെ സക്സസ്ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 20 ആളെ വിളിക്കേണ്ടി വരും, എന്നാലാവും ഒരാളെ കിട്ടുക. ഇന്നത്തെ അത്രയും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ രക്തദാനത്തിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ അറിയണവർ കൊടുക്കും അങ്ങനെയായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര റെസ്പോൺസാണ്. ആൾക്കാർ നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ബ്ലഡ് കൊടുക്കണമെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് മനസ്സിലായി, അതായത് ഇത് അത്യാവശ്യമാണ്, ഇത് ഒരാൾ കൊടുത്തില്ലെങ്കിൽ അടുത്തൊരാൾക്ക് കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആൾക്കാർ റെഡിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ നടത്തിയ ക്യാമ്പിൽ ഏകദേശം 400-ൽ പരം ആൾക്കാരാണ് നമുക്കിവിടെ ഡോണറായിട്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ ഒരു ചൂട് സമയത്തായിട്ട് പോലും എത്തിയത് അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം ഇതൊരു അത്യാവശ്യ കാര്യമാണെന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ രക്തം ആവശ്യമുണ്ട് എന്നത് അറിയിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതായിരുന്നു ഇവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഫോണിലൂടെ ഓരോരുത്തരെയും വിളിച്ചോ നേരിട്ട് കണ്ടോ മാത്രം പറയേണ്ട സാഹചര്യം. സാങ്കേതികവിദ്യ ഇന്നത്തെ അത്രയും വളർന്നിട്ടില്ലാത്ത ആ കാലത്തും പക്ഷേ ഇവർ പരാതിയില്ലാതെ ക്ഷീണമില്ലാതെ മുന്നോട്ട് പോയി. അതിന്റെ ഫലമാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ ഒപ്പം നിൽക്കുന്നതും. ഇന്നിപ്പോൾ നിരവധി വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും സജീവമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അന്നത്തെ സമയത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ബ്ലഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് കോൺടാക്ട്സ് കുറവാണ് ഈ ഒരു മേഖലയിൽ. നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ഈവൻ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കേട്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലഡിന് അത്ര അത്യാവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത്രയും ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ബ്ലഡ് ബാങ്കായിട്ട് അധികാരികളെയൊക്കെ ആയിട്ട് നമ്മളുള്ള സംസാരിക്കുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത് ഇത്രയും അത്യാവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. തലസീമിയ പോലത്തെ അസുഖങ്ങളുള്ള കുട്ടികൾ ഒരുപാട് ഇവിടെ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബ്ലഡ് വേണ്ടി വരും. ഒരുപാട് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ദുബായ് ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ബ്ലഡ് ബാങ്കാണ് ദുബായിലുള്ളത്. അവിടെ തന്നെയാണ് ഇവിടെ ഉള്ളത് 50-ൽ മേലെ ഹോസ്പിറ്റൽസിലേക്കുള്ള ബ്ലഡ് പോണത്. അപ്പോൾ നമ്മൾ കൊടുക്കണതൊക്കെ തീർച്ചയായിട്ടും അത് ശരിക്കും ആവശ്യക്കാരിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ നൽകാനായി കൂടുതൽ ആളുകൾ എത്തണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്ലേറ്റ്ലെറ്റുകളുടെ ലഭ്യത ഉറപ്പാക്കാനായി കൂടുതൽ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ആലോചനയിലുണ്ടെന്നും വോളണ്ടിയർമാർ പറയുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യവും പങ്കാളിത്തവും വളരെ വലുതാണെന്നും അത് അത്ഭുതപ്പെടുത്താറുണ്ടെന്ന് കൂടി ഈ വോളണ്ടിയർമാർ പറഞ്ഞു വെക്കുന്നുണ്ട്.
ഡൊണേഷൻ രംഗത്തായാലും പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളികളാണ്. ഇന്ത്യക്കാരിൽ തന്നെ എടുത്ത് വെച്ച് നോക്കിയാലും നമ്മുടെ UAE എല്ലാ ആളുകളെ എടുത്ത് വെച്ചെങ്കിലും പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. പ്ലേറ്റ്ലെറ്റുകളിൽ നമ്മുടെ ഇവിടെ തലസീമിയ, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, ഇപ്പം കുറച്ച് 2-3 ആഴ്ചയായിട്ട്, ഒരു മാസമായിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. ഡെങ്കി ബാധിച്ച ആളുകൾക്കൊക്കെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നൊരു സംഭവം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പനി വന്ന് പിന്നെ ഡെങ്കീൻ്റെ പ്രശ്നം വന്നിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് നമുക്ക് ദുബായിലുള്ള DHAൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവിടെ പോയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റ് ബ്ലഡ് ഡൊണേഷനൊക്കെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് മൊബൈൽ യൂണിറ്റായിട്ട് നമുക്ക് പോയി കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഹോസ്പിറ്റലിലെ DHAൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതേപോലെ തന്നെ ഷാർജ ബ്ലഡ് ഡൊണേഷൻ സെൻറ്റർ, അബുദാബി ബ്ലഡ് ഡൊണേഷൻ സെൻറ്റർ, ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കുള്ളൂ. അപ്പോൾ അത് ആദ്യം അവർ ചെക്ക് ചെയ്യും, അതിനുശേഷമേ അവരെടുക്കുള്ളൂ. ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പ്ലേറ്റ്ലെറ്റ് ദാനത്തിന്റെ പ്രാധാന്യം എത്തിക്കാനാണ് ഇന്ന് പ്രധാനമായും ഇവർ ശ്രമിക്കുന്നത്. തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും മറ്റും ഇവർ പ്രവാസികളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ ഗൗരവത്തോടെ കാണുന്ന പുതുതലമുറ പ്രവാസികളുടെ പങ്കാളിത്തം വലുതാണെന്നും വലിയ സന്തോഷമാണ് നൽകുന്നതെന്നും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇവർ വ്യക്തമാക്കുന്നു. ഈ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് ആവശ്യകത മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാലും അവിടെ എത്തുന്നുണ്ട്. പിന്നെ ഇതിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും എന്താ പറയുക കഠിനമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ആളുകളിൽ ഇത് അറിയിക്കുമ്പം തന്നെ ഒരു ടൈമിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനൊരു ആദ്യം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്യണം, അതിനുശേഷം പിന്നെ അത് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് വരാനുള്ളൊരു ടൈമിംഗ് ഉണ്ടല്ലോ, അതിനുശേഷമാണ് ഡൊണേഷനിലിരിക്കുള്ളൂ. നമ്മളൊരു സൂചി നമ്മുടെ കയ്യിൽ കുത്തിയാൽ 8 മിനിറ്റ് കൊണ്ട് ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യങ്ങൾ കഴിയും. പക്ഷേ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ്റെ ആകുമ്പോൾ ഒരു മിനിമം ഒരു 30 to 35 മിനിറ്റ് എങ്ങനെയായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യങ്ങൾ. പക്ഷേ അത് അറിഞ്ഞൊരു വ്യക്തി, ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞൊരു വ്യക്തി ടൈമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 3 ആളെ ബ്ലഡ് എടുത്തിട്ടാണ് 1 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് കിട്ടുന്നത്. 3 ആളെ ബ്ലഡ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് 1 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ആൾ പോകുന്നതിന് പകരം ഒരാൾ പോയാൽ അങ്ങനെ ശരിയാവും. അതിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് ആളുകളിലേക്ക് എത്തേണ്ടത്. ആരോഗ്യമുള്ള ഏതൊരാൾക്കും ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം. 65 വയസ്സിന് ശേഷവും ആരോഗ്യമുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ വന്ന ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. BDK ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ BDK UAE എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട്. അത് ത്രൂ നമ്മളായിട്ട് കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്. പ്രതിഫലേച്ഛയൊന്നുമില്ലാതെ സഹജീവികൾക്കായി അഹോരാത്രം പ്രയത്നിക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് കേരള UAE തേടി ഇന്ന് നിരവധി അംഗീകാരങ്ങളും എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ എമിറേറ്റ്സ് ബ്ലഡ് ഡൊണേഷൻ സൊസൈറ്റിയുടെ ആദരമാണ് കൂട്ടായ്മയെ തേടിയെത്തിയത്. മൈ ബ്ലഡ് ഫോർ മൈ കൺട്രി എന്ന ആശയത്തെ മുൻനിർത്തി കോവിഡ് കാലത്തും മഴക്കെടുതിയിലും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാതാക്കളെ എത്തിച്ചതിനുമാണ് ആദരം. ബ്ലഡ് ഡൊണേഴ്സ് കേരള UAE സെക്രട്ടറി പ്രയാഗ് പ്രയരാമ്പ്ര, ഉണ്ണി പുന്നാര എന്നിവർ ദുബായ് ബ്ലഡ് ബാങ്ക് തലവനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ മായി റൌഫിൽ നിന്നാണ് ആദരം ഏറ്റുവാങ്ങിയത്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷം. ഇത്തരത്തിൽ മുന്നോട്ട് ഇനിയും മനുഷ്യസ്നേഹത്തിന്റെ മാതൃക തീർക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഗൾഫ് നാടുകളിലും വിപുലമായ തോതിലാണ് ആഘോഷിച്ചത്. നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് എത്തിയത്. പ്രവൃത്തി ദിനമായിട്ടും നൂറുകണക്കിന് ആളുകളായിരുന്നു ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായത്.
ഞങ്ങൾ എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ UAE-യിലുള്ള എല്ലാ എമിറേറ്റ്സിലെയും മലയാളി നേഴ്സുമാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കോൺസുലേറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇതിനുവേണ്ടി ക്ഷണിച്ച ഇന്ത്യൻ കോൺസുലേറ്റിനോടുള്ള നന്ദി ഇതിലൂടെ അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പയിൻ, ഫ്രീ മെഡിക്കൽ ക്യാമ്പയിൻ ഷാർജ അൽനാദ ബ്രിസ്റ്റോൾ ക്ലിനിക്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൽനൂർ ക്ലിനിക്കുമായിട്ട് സഹകരിച്ച് വേറൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അബുദാബിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നു. അബുദാബി ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രസംഗം വായിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടികൾക്കെത്തിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. Today the consulate commemorated the 78th Independence Day. Hundreds of Indian nationals joined us in the celebrations. This is a moment of great national pride. The country is marching strong. We all know that we are already the 5th largest economy in the world, and we are poised to become the 3rd largest economy within the next few years. Not just the economic aspects, the country is making rapid strides in all indicators: socio, economic, political, culture. We are today a leader in the whole world, voice of the global south, voice for the voiceless, and a respected partner for all the countries. തുടർന്ന് കോൺസുൽ ജനറൽ ദുബായിലെ തൊഴിലാളികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് പിന്തുണ ഉറപ്പാക്കിയാണ് കോൺസുൽ ജനറൽ മടങ്ങിയത്. This is unique because these are the people who actually contribute to the positive relationship between India and UAE. So it is a special moment for me to spend this unique day amongst them, and I am hopeful that I'll get more opportunities to spend time with the people who really build this relationship. UAE ഭരണാധികാരികളും ഇന്ത്യക്ക് ആശംസകൾ അറിയിച്ചു. UAE പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആശംസാ സന്ദേശം അയച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്വിറ്ററിൽ കുറിച്ചു. ഹിന്ദിയിലാണ് അദ്ദേഹം ആശംസയെ അറിയിച്ചത്. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആശംസാ സന്ദേശങ്ങൾ അയച്ചു. UAE-യിലെ വിവിധ സംഘടനകളും വിപുലമായ തോതിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉമൽ ഖ്വൈൻ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഇന്ത്യൻ കോൺസൽ അമനീഷ് കുമാറും UAE പതാക അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് നാട്ടുകയും ഉയർത്തി. കായിക വിഭാഗം നടത്തിയ സമ്മർ ക്യാമ്പിലെ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. കലാപരിപാടികളും അരങ്ങേറി. ദുബായ് മില്ലേനിയം എയർപോർട്ട് ഹോട്ടലിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത്. പ്രഭു, മുരളി കിള്ളിക്കുളങ്ങര, സഞ്ജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.